നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലം ശക്തമാകുന്നതോടെ വണ്ടിപ്പെരിയാർ ചെങ്കര റൂട്ടിൽ വാളാടി എസ്റ്റേറ്റിന് സമീപം വൻ മരങ്ങൾ കടപുഴകി വീണ് അപകടഭീതി വരുന്നതായി പരാതി. തങ്കമണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവും ഉപരോധവും സംഘടിപ്പിച്ചു. മണിയന്റെ വരവും കാത്ത് ഒരു ഗ്രാമം. തൊമ്മൻകുത്ത് മണിയൻ സിറ്റിയിലെ വ്യാപാരി മണിയനെ ഈ മാസം 11 മുതലാണ് കാണാതാവുന്നത്. അൽ ഖൈറാത്ത് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും കുമ്മങ്കല്ല് അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ദക്ഷിണ കേരള ജമഅത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും KSE ബോർഡ് ഏറ്റെടുത്ത കുട്ടമ്പുഴയിലെ സ്ഥലത്ത് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു. വാർത്തകൾ വിശദമായി. മഴക്കാലം ശക്തമാകുന്നതോടെ വണ്ടിപ്പെരിയാർ ചെങ്കര റൂട്ടിൽ വാളാടി എസ്റ്റേറ്റിന് സമീപം വൻ മരങ്ങൾ കടപുഴകി വീണ് അപകടഭീതി വരുത്തുന്നതായി പരാതി. പ്രദേശത്തെ 10ഓളം വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായ ബലക്ഷയമുള്ള വാഗമരങ്ങളാണ് അപകടഭീതി വരുത്തി നിലകൊള്ളുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശത്തെ ശങ്കർ എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടം സംഭവിച്ചിരുന്നു. ഈ സംഭവം നിലനിൽക്കെയാണ് മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ വാളാടി ചെങ്കര റോഡിൽ വാളാടി എസ്റ്റേറ്റ് ലയങ്ങളിലെ റോഡ് സൈഡിൽ നിൽക്കുന്ന വൻ മരങ്ങളാണ് മഴക്കാലമാകുന്നതോടെ കടപുഴകി വീണ് അപകടം സംഭവിക്കാവുന്ന നിലയിൽ നിലകൊള്ളുന്നത്. പൊതുവെ ബലക്ഷയമുള്ള വാഗ ഇനത്തിൽപ്പെട്ട വൻമരങ്ങളാണ് അപകടഭീതി ഉയർത്തി നിൽക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശവാസിയായ ശങ്കർ എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. തലനാരിഴയ്ക്കാണ് ജീവൻ നഷ്ടമാകാതെ ശങ്കറും കുടുംബവും രക്ഷപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മരം നിങ്ങൾ വെട്ടിത്തരണം. ശങ്കറിൻ്റെ വീട്ടിൽ വീണിട്ട് അതിന് യാതൊരു പരിഹാരം ഉണ്ടാക്കിയില്ല. അപ്പുറത്ത് ഒരു മരം വീണ് അതേപടി കിടക്കുക. അതുപോലെ ഇത് എപ്പോഴാണ് വീടൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് അതൊന്ന് ശരിയാക്കി തരണം. കാലവർഷം ശക്തമാകുന്നതോടുകൂടി ഈ മരങ്ങൾ കടപുഴകി വീണ് അപകടം സംഭവിക്കാതിരിക്കുന്നതിലേക്കായി വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പ്രദേശത്ത് ഒരു മരം കടപുഴകി വീഴുകയും നിലം പതിച്ച മരം മുറിച്ചു മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പ്രദേശത്ത് ഒരു മരം കടപുഴകി വീണിരുന്നു. കടപുഴകി വീണ മരം മുറിച്ചു മാറ്റി. പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമാണ് 20ഓളം വൻമരങ്ങൾ അപകട ഭീഷണിയായി നിലകൊള്ളുന്നത്. ഈ വൻമരങ്ങൾക്കിടയിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യത്തിൽ വൻ അപകടമാണ് പതിയിരിക്കുന്നത്. വാളാടി എസ്റ്റേറ്റിന്റെ അധീനതയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. അടിമാലി കുമളി ദേശീയപാതയിൽ ആനവിലാസം മേഖലയിൽ അപകട സാധ്യത ഉയർത്തി നിൽക്കുന്നത് നിരവധി മരങ്ങൾ. മുൻ വർഷങ്ങളിൽ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും റോഡരികിലെ തോട്ടങ്ങളിൽ അപകടമുയർത്തി നിൽക്കുന്ന വൻ മരങ്ങൾ വെട്ടിമാറ്റുവാൻ വനം വകുപ്പോ തോട്ടമുടമകളോ തയ്യാറായിട്ടില്ല. കട്ടപ്പന നഗരസഭയിലെ വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ ദേശീയപാതയുടെ ഇരുവശത്തും ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണ്. തോട്ടങ്ങളിൽ റോഡരികിൽ അപകട ഭീഷണിയായി നിരവധി വൻ മരങ്ങളുമുണ്ട്. ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത്. കഴിഞ്ഞ വർഷം കാലവർഷത്തിൽ ആനവിലാസത്തിന് സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു നിന്നിരുന്ന മരം വീണിരുന്നു. ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കാലവർഷത്തിന് മുൻപായി ഇത്തരത്തിൽ ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. മഴയും കാറ്റും ശക്തമായാൽ ഇനിയും മരങ്ങൾ ഒടിഞ്ഞു വീഴുവാൻ സാധ്യത ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കട്ടപ്പന ആനവിലാസ റൂട്ടിൽ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റൂട്ട് മൊത്തത്തിൽ അപകടാവസ്ഥയിൽ ഒത്തിരി മരങ്ങളുണ്ട്. ഇടയ്ക്കിടെ മരം ഒഴിഞ്ഞു വീണ് നല്ല ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ഒരു ജീവന് പേടിയുള്ള കൂടിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മരം വെട്ടിമാറ്റി
എല്ലാവരെയും ജീവന സംരക്ഷണം തരണമെന്ന് പറഞ്ഞ് ഞങ്ങളവരെ അഭ്യർത്ഥിക്കുന്നു. ടൂറിസം മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയായതിനാൽ വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും വനം വകുപ്പും ഇടപെട്ട് തോട്ടം ഉടമകളെ കൊണ്ട് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. തങ്കമണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവും ഉപരോധവും സംഘടിപ്പിച്ചു. നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും DCC സെക്രട്ടറി ബിജോ മാണിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. തങ്കമണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവും ഉപരോധവും സംഘടിപ്പിച്ചു. നേതാക്കളും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും DCC സെക്രട്ടറി ബിജോ മാണിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കി തങ്കമണി സ്റ്റേഷൻ പരിധിയിലെ ഇടിഞ്ഞമലയിൽ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് യുവാക്കൾക്ക് നേരെ തങ്കമണി SI IN ബാബു അകാരണമായി ശോഭിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് പോലീസുമായി വാക്കേറ്റമുണ്ടായി. സംഭവസ്ഥലത്തെത്തിയ പൊതുപ്രവർത്തകൻ റെജി ഇരിപ്പുലക്കാട്ടിനെയും പോലീസ് അസഭ്യം പറഞ്ഞതായും ആരോപണമുയർന്നിരുന്നു. സംഭവത്തിൽ തങ്കമണി SIക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയതിനിടെ സ്ഥലത്തില്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇടിഞ്ഞുമല സ്വദേശി ആനന്ദ് തോമസിനെ കൈവിലങ്ങ് അണിയിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് DCC സെക്രട്ടറി ബിജോ മാണിയുടെയും DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനന്റെയും നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പോലീസ് കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസാണ് എടുത്തിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും DCC സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. പോലീസ് കെട്ടിച്ചമച്ച കള്ളക്കേസിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ആനന്ദിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയം ഉണ്ടാകുമ്പോൾ ആനന്ദ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇരട്ടയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി ചെന്ന കൂട്ടത്തിൽ മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് ആനന്ദ് ചെന്നിട്ടുള്ളത്. ആ ആനന്ദിനെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പോലീസ് വീട്ടിൽ അറസ്റ്റ് ചെയ്തത്. ഒരു കൊലക്കേസ് പ്രതിയോ ഒരു മോഷണ കേസ് പ്രതിയോ ഒരു പീഡന കേസ് പ്രതിയോ കൊണ്ടുപോകുന്ന പോലെയാണ് വിലങ്ങണയിച്ച് പോലീസ് ആനന്ദിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ശക്തമായ പ്രക്ഷോഭങ്ങൾ, പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ DYSP ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നാളുകളിലുണ്ടാകും. നിയമപരമായി ഞങ്ങൾ ഈ കേസിനെ നേരിടും. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തങ്കമണി SIയെയും കട്ടപ്പന DYSPക്കുമെതിരെ പോരാട്ടവുമായി ഇന്റർനാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. അങ്ങനെ കോൺഗ്രസിനെ കള്ളക്കേസ് ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ അടിച്ചമർത്താമെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് കട്ടപ്പന, നെടുങ്കണ്ടം, ഇടുക്കി സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും ഇടുക്കി AR ക്യാമ്പിൽ നിന്നുള്ള പ്രത്യേക സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം മേഖലയിൽ കാട്ടാന സർവേ പുരോഗമിക്കുന്നു. BBC പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിലെ വനങ്ങളിൽ ആരംഭിച്ച കാട്ടാന സർവേയുടെ ഭാഗമായാണ് കോതമംഗലം മേഖലയിലും സർവേ നടക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. ഈ വർഷത്തെ കണക്കെടുപ്പിനെ നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി പാലക്കാട്, കോട്ടയം, പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു. പരിശീലനം ലഭിച്ചവരുടെ നേതൃത്വത്തിലാണ് കാട്ടാന സർവേ നടക്കുന്നത്. 2024 കാട്ടാനകളുടെ കണക്കെടുപ്പാണ് നടന്നു വരുന്നത്. ഇത് നമ്മുടെ കേരളത്തോടൊപ്പം തന്നെ മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത് ഒരേ സമയം നടത്തി വരുന്നത് ഇൻ്റഗ്രേറ്റഡ് സെൻസസാണ് നടക്കുന്നത്. നമ്മുടെ വനമേഖലയെ മൊത്തം പല ബ്ലോക്കുകളായിട്ട് തിരിച്ച് 3 ദിവസങ്ങളിലായി ഈ കണക്കെടുപ്പ് നടക്കുന്നു. ഒന്നാമത്തെ ദിവസം നമ്മൾ ബ്ലോക്കുകളിൽ നിന്ന് കറങ്ങി ബ്ലോക്കിൽ നിന്ന് മനസ്സിലാക്കുകയും രണ്ടാമത്തെ ദിവസം ഒരു 1.5 കിലോമീറ്ററുള്ള നേർരേഖയിലൂടെ സഞ്ചരിച്ച് ആനപ്പിണ്ടങ്ങളുടെ കണക്കെടുക്കുകയും മൂന്നാമത്തെ ദിവസം ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണക്കെടുപ്പുമാണ് നടന്നു വരുന്നത്. ഇപ്പോൾ കോതമംഗലം ഡിവിഷനിലെ നമ്മൾ ആകെ മൊത്തം 12 ബ്ലോക്കുകളാണുള്ളത്. തൊടുപുഴ റേഞ്ചിൽ 6 ബ്ലോക്ക്, മുള്ളരിങ്ങാട് റേഞ്ചിൽ 3 ബ്ലോക്ക്, കാളിയാർ റേഞ്ചിൽ 2 ബ്ലോക്ക്, കോതമംഗലം റേഞ്ചിൽ 1 ബ്ലോക്ക്. അങ്ങനെ ഇപ്രകാരമാണ് നമ്മൾ സ്റ്റാഫുകളെ വിന്യസിച്ച് ഈ സെൻസസ് നടത്തുന്നത്. വ്യാഴാഴ്ച ആരംഭിച്ച കണക്കെടുപ്പ് ശനിയാഴ്ച സമാപിക്കും. 3 രീതിയിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും
വെള്ളിയാഴ്ച പരോക്ഷ കണക്കെടുപ്പായ ഡങ്ക് കൗണ്ട് മെത്തേഡിലും ശനിയാഴ്ച വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുക. കണക്കെടുപ്പ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അടുത്ത മാസം 23-ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ 9-ന് സമർപ്പിക്കും. കഴിഞ്ഞ വർഷം നടത്തിയ ബ്ലോക്ക് കൗണ്ട് കണക്കെടുപ്പിൽ കേരളത്തിൽ 1920 ആനകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. കോതമംഗലം മേഖലയിൽ മലയാറ്റൂർ, മൂന്നാർ, കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനുകളിൽ വരുന്ന കോതമംഗലം, മുള്ളരിങ്ങാട്, കാളിയാർ, തുണ്ടം, ഇടമലയാർ, കുട്ടമ്പുഴ, നേര്യമംഗലം റേഞ്ചുകളിലും ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിൽ വരുന്ന തട്ടേക്കാട് വന്യജീവി സങ്കേതത്തിലുമാണ് കാട്ടാന സർവേ പുരോഗമിക്കുന്നത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജലീൽ PA, തേക്കടിയിൽ നിന്നെത്തിയ PTCF ബയോളജിസ്റ്റ് രമേശ് ബാബു, തടിക്കുളം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലിൻഡോ തോമസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ നൂറുൽ ഹസൻ, ജോജി മാർട്ടിൻ, KC പ്രദീപ് കുമാർ, ശ്രുതി സുദർശൻ, സന്ധ്യ, വാച്ചർമാരായ ജിജോ ജോർജ്, അനി നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന വനമേഖലയിൽ കാട്ടാന കണക്കെടുപ്പ് നടക്കുന്നത്. മണിയന്റെ വരവും കാത്ത് മണിയൻ സിറ്റി. തൊമ്മൻകുത്ത് മണിയൻ സിറ്റിയിലെ വ്യാപാരി കൂടിയായ മണിയൻ ചേട്ടനെ ഈ മാസം 11 മുതലാണ് കാണാതാവുന്നത്. പോലീസും കുടുംബാംഗങ്ങളും അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു വിവരവും ലഭ്യമായിട്ടില്ല. നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായ മണിയൻ ചേട്ടന്റെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. മണിയന്റെ വരവും കാത്ത് മണിയൻ സിറ്റി. മണിയൻ സിറ്റിയിലെ മണിയൻ ചേട്ടൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് തൊമ്മൻകുത്ത് എന്ന ഗ്രാമവും നാട്ടുകാരും. ഈ മാസം 11-ന് രാവിലെയാണ് ഇയാളെ വീട്ടിൽ നിന്നും കാണാതാവുന്നത്. തന്റെ വാച്ചും മോതിരവും ഉൾപ്പെടെ ഊരി മുറിയിലെ മേശപ്പുറത്ത് വെച്ച ശേഷമാണ് പോയത്. നാട്ടുകാരും വീട്ടുകാരും പോലീസും അന്വേഷിച്ചെങ്കിലും ഇതുവരെ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ആദ്യകാല കുടുംബങ്ങളിൽ ഒന്നായ നടുവിലേക്കരോട്ട് വീട്ടിലെ മൂത്ത ആളായിരുന്നു 68 വയസ്സുള്ള മണിയൻ. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനും സൗമ്യനുമായിരുന്നു. മണിയന് അറിയാത്തതും വഴങ്ങാത്തതുമായ ജോലികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കൃഷിപ്പണി, തടി ലോഡിംഗ്, പാചക വിദഗ്ധൻ തുടങ്ങി ആ പട്ടിക നീളുന്നു. ആള് നീറ്റാണ്, എല്ലാവർക്കും നല്ല മനുഷ്യനാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഒന്നും എനിക്ക് പറയാനില്ല. എന്നാന്ന് ചോദിച്ചാൽ വീട്ടിലൊരലമ്പോ വഴക്കോ ഒന്നുമില്ല. ഇത് ഒരു അസുഖക്കാരനാണ്, മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പുള്ളിയൊരു ചെറിയൊരു കച്ചവടക്കാരനാണ്. 30 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഒരു കൂലിപ്പണിയൊക്കെ ആയിരുന്നു, തടിപ്പണിക്ക് പോകും. എല്ലാത്ത പണിയും എല്ലാം പുള്ളിക്കറിയാം. പാചകക്കാരനാണ്. ഒരു ആൾക്കാരുമായിട്ട് യാതൊരു അക്കച്ചക്കറും ഇല്ല. നല്ല പേര് കിട്ടാൻ ഇങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു സിറ്റിയാണ്. അപ്പോൾ അവിടെ ഒരു കച്ചവടമായിട്ട് ഇരുന്നപ്പം എല്ലാവരും അങ്ങനെ കിട്ടും മണിയൻ സിറ്റി. മണിയൻ ചേട്ടൻ്റെ പേര് എന്നിട്ട് അങ്ങനെ ഒരു സിറ്റിയായിട്ട് അങ്ങനെ ഒടുവിൽ ഒരു സിറ്റി തന്നെ തന്റെ പേരിലുണ്ടാക്കി. അവിടെ പലചരക്ക് കടയും തുടങ്ങി. തൊമ്മൻകുത്ത് റോഡിൽ നിന്നും ആനച്ചാടിക്കുത്തിനും നാരങ്ങാനത്തിനും തിരിയുന്ന കവലയാണ് മണിയൻ സിറ്റി. ഭാര്യ ശാന്തയും മക്കൾ ബിനുവും ബിനോഷും ബിനോജും നാട്ടുകാരും മണിയൻ ചേട്ടൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. പുള്ളിലെ സാധനം കൊണ്ട് കൊടുത്ത് ഇവിടെ വിറ്റുകൊണ്ട് കൂട്ടിയിരിക്കണേ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ കുടുംബത്തിലെല്ലാം പോലും നമുക്കറിയാം. എൻ്റെ അച്ഛനത് അച്ഛനെ കാണാതായ പിന്നെ അടച്ചിടണേ. ഇതിനൊന്നും കുഴപ്പമില്ല. അത് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നാളേക്ക് 15 ദിവസം, നാളെ ശനിയാഴ്ച എത്രയും വേഗം കണ്ടുകിട്ടണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അറിയിച്ചിട്ടുണ്ട്. അന്വേഷിക്കാവുന്ന ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മാനന്തവാടി കർണാടകത്തിലുള്ള ആൾക്കാരുണ്ട്. അവിടെ എല്ലാം പോയി അന്വേഷിച്ചു. അവിടെ ഒന്നും എത്തിയിട്ടില്ല. അതിന് മെനിയാന്ന് പോയിട്ട് ഇന്നലെ രാത്രിയില്ല പിള്ളേരെത്തിയത്. അവിടെ ഒന്നും കണ്ടെത്തിയിട്ടായിട്ടില്ല. പിന്നെ കാടായ കാട് നമുക്കറിയാവുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ നോക്കി. അവിടെ ഒന്നും കണ്ടെത്താൻ പറ്റില്ല. കരിമണ്ണൂർ പോലീസ് മാൻ മിസ്സിങ്ങിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. അൽ ഖൈറാത്ത് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും കുമ്മങ്കല്ല് അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സൈനുൽ ഉലമ ചേലക്കുളം മുഹമ്മദ് അബുൽ ബുഷ്ര മൗലവിയുടെ സ്മരണാർത്ഥം അൽ ഖൈറാത്ത് അസോസിയേഷൻ നൽകുന്ന ശ്രേഷ്ഠ പണ്ഡിത പുരസ്കാരം തിരുവനന്തപുരം വലിയകാളി VM അബ്ദുള്ള മൗലവിക്ക് PP മുഹമ്മദ് ഇസ്ഹാഖ് മൗലവി സമ്മാനിച്ചു. അൽ ഖൈറാത്ത് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും കുമ്മങ്കല്ല് അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ജോർജ് അഞ്ചാമന്റെ കുഞ്ചിരോമത്തിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ജോർജ് എന്ന മനുഷ്യ എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം അനുവദിക്കുകയും
അല്ലെങ്കിൽ 6 അടി മണ്ണനുവദിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഗർജിച്ച മൗലാന മുഹമ്മദ് അലിയുടെ ഒരു സമുദായത്തിന് ഇവിടുത്തെ പൗരത്വത്തിന് അവകാശമില്ല എന്നൊരു രാജ്യത്തിൻ്റെ ഭരണകൂടം തീരുമാനിക്കുമ്പോൾ എന്താണ് ഇവിടെ മതേതരത്വം? സൈനുൽ ഉലമ ചേലക്കുളം മുഹമ്മദ് അബ്ദുൾ ബുഷറ മൗലവിയുടെ സ്മരണാർത്ഥം അൽ ഖൈറാത്ത് അസോസിയേഷൻ നൽകുന്ന ശ്രേഷ്ഠ പണ്ഡിത പുരസ്കാരം തിരുവനന്തപുരം വലിയ ഖാളി VM അബ്ദുള്ള മൗലവിക്ക് PP മുഹമ്മദ് ഇസഹാഖ് മൗലവി സമ്മാനിച്ചു. ദർസി സേവന രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ അസോസിയേഷന്റെ മുഖ്യ രക്ഷാധികാരി ഉസ്താദ് ഹാജി PA സയ്യിദ് മുഹമ്മദ് മൗലവിയെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയവർക്ക് മൊമന്റോ വിതരണം ചെയ്തു. PSM യൂസുഫ് കാശിഫി അധ്യക്ഷത വഹിച്ചു. അബു ഹംദ ഷഹീർ മൗലവി ഖാസിമി, ഹാഫിസ് നൌഫൽ കൗസരി, ഹാഫിസ് ഇസ്മായിൽ മൗലവി, മുഹമ്മദ് ഷരീഫ് മൗലവി, സക്കീർ ഹുസൈൻ മൗലവി, നസൂർ കാശിഫി, KMA ഷുക്കൂർ, MA കരീം, ഡോക്ടർ ഷഹനാസ് ഖാസിമി, ഷാജഹാൻ മളാഹിരി, മൻസൂർ ഖാസിമി, അബ്ദുള്ള ഹുദവി, നജമുദ്ദീൻ ഖാസിമി, ANA നാസർ മൗലവി, മുജീബ് മൗലവി, TK മാഹിൻ മൗലവി എന്നിവർ പ്രസംഗിച്ചു. ES സുലൈമാൻ ദാരിമി സ്വാഗതവും അജീബ് മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും KSE ബോർഡ് ഏറ്റെടുത്ത കുട്ടംവഴിയിലെ സ്ഥലത്ത് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന് പരാതി. പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്ന ഈ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസ് പറഞ്ഞു. പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും KSE ബോർഡ് ഏറ്റെടുത്ത കുട്ടമ്പുഴയിലെ സ്ഥലത്ത് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന് പരാതി. പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും KSE ബോർഡ് 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഏറ്റെടുത്തതാണ് ഇന്ന് കുട്ടമ്പുഴയിൽ KSE ബോർഡിലെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പൂയംകുട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായാണ് കുട്ടമ്പുഴയിൽ ക്വാർട്ടേഴ്സ് പണിതത്. എന്നാൽ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം കുട്ടമ്പുഴയിൽ നിർമ്മിച്ച 25ഓളം ക്വാർട്ടേഴ്സുകൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കുട്ടമ്പുഴ സർക്കാർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വില്ലേജ് ഓഫീസ്, സർക്കിൾ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, ഡ്രൈവിംഗ് പരിശീലന മൈതാനം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന KSE ബോർഡ് ക്വാർട്ടേഴ്സിന്റെ പരിസരത്തുകൂടി പകല് പോലും പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ കൂറ്റൻ ചീനിമരങ്ങൾ പോലും വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കാണാം. പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്ന ഈ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജിമോൻ ഫ്രാൻസിസ് പറഞ്ഞു. 1980 ഏതാണ്ട് ഇവിടെ നിന്ന് 16 കിലോമീറ്റർ മാറി പീണ്ടിമേട്ടിൽ പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റവന്യൂ ലാൻഡ് KSE ബോർഡിന് വിട്ടുകൊടുക്കുന്നത്. അത് 240 മെഗാവാട്ട്സിൻ്റെ ഒരു ജലവൈദ്യുത പദ്ധതിയാണ്. പക്ഷേ പിന്നീട് അത് കേന്ദ്ര അനുമതി കിട്ടാതെ വരികയും പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ KSE ബോർഡിലെ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി അന്ന് റവന്യൂ ലാൻഡ് വിട്ടുകൊടുത്തതിനകത്ത് ഏതാണ്ട് 25ഓളം ക്വാർട്ടേഴ്സുകളാണ് അന്ന് പണിത്. 1 കോടി രൂപയോളം മുടക്കി ഇവിടെ ക്വാർട്ടേഴ്സുകൾ പണിതു. അതോടൊപ്പം പ്രോജക്റ്റ് സൈറ്റിൽ പിണ്ടിമേട്ടിലും 1 കോടി രൂപയോളം മുടക്കി അന്ന് 2 കോടി രൂപ KSE ബോർഡ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ ക്വാർട്ടേഴ്സ് പദ്ധതി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ KSE ബോർഡിൻ്റെ തന്നെ ഇരിക്കുന്നു. പക്ഷേ അത് പൊളിഞ്ഞ് നശിച്ച് വന്യമൃഗങ്ങളും സാമൂഹിക വിരുദ്ധരൊക്കെ കയറി വഴി നടക്കാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് ഇതിൻ്റെ പരിസരത്തുള്ളത് അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചെമ്പുകോട്ടയം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെയൊക്കെ വീടുകളിലേക്ക് പോകാനും വരാനുമുള്ള സൗകര്യങ്ങളോ അവരുടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. ഈ തൊട്ടടുത്ത് 100 മീറ്റർ മാറിയാണ് പോലീസ് സ്റ്റേഷന്, കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂള്, കുട്ടമ്പുഴ വില്ലേജ് ഓഫീസ്, കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും നിൽക്കുന്നത് ഈ കോമ്പൗണ്ടോട് ചേർന്നാണ്. പക്ഷേ ഇത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ KSE ബോർഡ് ഇത് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. 2 KSE ബോർഡ് ജീവനക്കാരും ഏതാണ്ട് മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് അംഗൻവാടി അടക്കമുള്ള 3 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് KSE ബോർഡ് പദ്ധതി പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ക്വാർട്ടേഴ്സ് എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഇത് സാധാരണ റവന്യൂ ലാൻഡായിട്ട്, അതായത് കുട്ടമ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം മുഴുവൻ വനമായതുകൊണ്ട് വില്ലേജിനോ പഞ്ചായത്തിനോ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ഭൂമിയില്ല. ഇത് കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞിട്ട് ഇത് റവന്യൂ ലാൻഡായിട്ട് സർക്കാരിന് തിരിച്ചു കൊടുക്കണം. അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടേണ്ടത് 1982 ഈ കുട്ടമ്പുഴ 100 ഏക്കർ പാലം മുതൽ പീണ്ടിമേട് വരെയുള്ള PWD റോഡ് ഈ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. പക്ഷേ അവർ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് മെയിൻ്റനൻസ് പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ജനങ്ങൾ പക്ക ദുരിതത്തിലായി കഴിഞ്ഞപ്പോൾ 1999 കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്താണ് ഈ 100 ഏക്കർ പാലം മുതൽ
പൂയംകുട്ടി സിമെൻറ്റ് പാലം വരെയുള്ള ആ റോഡ് തിരിച്ച് PWDക്ക് ഹാൻഡ് ഓവർ ചെയ്ത്. അതുപോലെ തന്നെ ഈ കോർട്ടേഴ്സും ചെയ്യട്ടെ. എന്തിനാണ് വെറുതെ ഈ സർക്കാരിൻ്റെ പൊതുമുതൽ ഇങ്ങനെ നശിപ്പിച്ച് കളയുകയും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ ചെയ്യും. വിവാഹ വാർത്ത. കൂട്ടിക്കൽ കൊച്ചുതെക്കൽ തോമസ് മാത്യു ജെസ്സി ദമ്പതികളുടെ മകൻ KSU മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ടോണി തോമസും ചുരുളി പുത്തൻപുരയ്ക്കൽ സണ്ണി വർഗീസ് ജെസ്സി ദമ്പതികളുടെ മകൾ സോഫിമോൾ സണ്ണിയും കൂട്ടിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ വിവാഹിതരായി. ആശ്രയം UAE കുടുംബങ്ങളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം വരിച്ച 14 വിദ്യാർത്ഥികളെ എക്സലൻസ് അവാർഡുകൾ നൽകി അനുമോദിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ ആശ്രയം പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ആശ്രയം രക്ഷാധികാരിയും സേഫ് കെയർ MDയുമായ ഒമർ അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആശ്രയം UAE കുടുംബങ്ങളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച 14 വിദ്യാർത്ഥികളെ എക്സലൻസ് അവാർഡുകൾ നൽകി അനുമോദിച്ചു. +2-ന് ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ ഹയ ഷംസുദ്ദീൻ, ആൻസാറ മനോജ് എന്നിവരെയും SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഏദൽ ജോയിയെയും യോഗം പ്രത്യേകം അഭിനന്ദിച്ചു. എത്ര കിട്ടിയാലും അഫ്കോഴ്സ് ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ നിൽക്കരുത്. ഇനിയും വി ആർ ദ ഫ്യൂച്ചർ, സോ വി ഹാവ് ടു. ഇരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ആൻഡ് നിങ്ങളുടെ നമ്മളെല്ലാവരുടെയും ഹാർഡ് വർക്കാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക എൻഡ് റിസൾട്ട്. അപ്പോൾ ഞാനും ഇതുപോലെ 12th ഇപ്പോൾ ഞാൻ സയൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രേയേഴ്സിൽ എന്നെ ഓർക്കണം. ദുബായിൽ നടന്ന ചടങ്ങിൽ ആശ്രയം പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ആശ്രയം രക്ഷാധികാരിയും സേഫ് കെയർ MDയുമായ ഒമർ അലി ഉദ്ഘാടനം നിർവഹിച്ചു. ആശ്രയത്തിന്റെ ലേബലിൽ വരും തലമുറ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന തലമുറകളാണ് നടത്തുന്നത്. അങ്ങേറ്റം സ്നേഹവും അങ്ങേറ്റം ബഹുമാനത്തോടുകൂടി നമ്മൾ മുമ്പിലിരിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ ഓരോ പ്രയത്നം, ഇവരുടെ രക്ഷാകർത്താക്കളുടെ പ്രയത്നം ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു വിജയം കൈവരിച്ച് നമ്മുടെ മുമ്പിലിരിക്കുന്ന. ആശ്രയം സെക്രട്ടറി ദീപു തങ്കപ്പൻ സ്വാഗതം ആശംസിച്ചു. ആശ്രയം ലേഡീസ് വിംഗ് പ്രസിഡന്റ് സിനിമോൾ അലിക്കുഞ്ഞ്, സെക്രട്ടറി ശാലിനി സജി, ആശ്രയം വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ നെടുമണ്ണിൽ, ട്രഷറർ ബഷീർ അപ്പാടത്ത്, അഭിലാഷ് ജോർജ്, സജിമോൻ ജോസഫ്, ജോൺസൺ ജോർജ്, കോയാൻ മുഹമ്മദ് അലി, ഷാനവാസ് TA എന്നിവർ പ്രസംഗിച്ചു. ജിമ്മി കുര്യൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദുബായ്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇടുക്കി റീജിയന്റെ 4ാമത് അധികാര കൈമാറ്റ ചടങ്ങും കുടുംബസംഘവും നടന്നു. തടിയമ്പാട് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അജിമോൻ K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നാടിനും പൊതുജനങ്ങളുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പ്രവർത്തനം ആരംഭിച്ചു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ തോമസ് കുട്ടി VM അധ്യക്ഷത വഹിച്ചു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് അജിമോൻ K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മുകളിൽ അംഗങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ
വളർച്ച എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഈ സിഗ്നൽ ചേംബർ ഇന്ത്യൻ സിഗ്നൽ ചേംബർ എന്ന നിലയിൽ കോഴിക്കോട് തുടങ്ങിയപ്പോൾ അവരതിനെ വളർത്താൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഇതിനകത്ത് മെമ്പറാവില്ലായിരുന്നു. അപ്പോൾ ഏത് സംഘടനയും വളർച്ച അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായൊരു ഘടകമാണ്. വളർച്ചയ്ക്ക് വേണ്ടി സാറിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഇന്ത്യയിൽ ഗ്രോത്ത് നമ്മൾ തന്നെ വളരണം, മറ്റ് പ്രദേശങ്ങളിലേക്ക് വളരണം. പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ജേക്കബ് ജോസഫ് പിണക്കാട്ട്, സെക്രട്ടറി ലാലു സെബാസ്റ്റ്യൻ, ട്രഷറർ ഷീൻ ജോസഫ് എന്നിവർക്ക് മുൻ പ്രസിഡന്റ് തോമസ് കുട്ടി VM പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് അധികാരം കൈമാറി. സീനിയർ ചേംബർ ഇന്റർനാഷണൽ അംഗമായ ഡോക്ടർ ലെനിൻ ഡെന്നിയെ ചടങ്ങിൽ ആദരിച്ചു. സീനിയർ ചേംബർ കോർഡിനേറ്റർ TC ദേവസ്യ മുഖ്യപ്രഭാഷണം നടത്തി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, സുഭാഷ് EM, ഡെന്നി KV, KJ സെബാസ്റ്റ്യൻ, ബേബി KJ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആസ്റ്റർ മെഡിസിറ്റിയുടെയും പീസ് വാലിയുടെയും സഹകരണത്തോടെ അള്ളുങ്കൽ നൂറുൽ ഹുദ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് MM റഷീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തലക്കോട് അള്ളുങ്കൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ആസ്റ്റർ മെഡിസിറ്റിയുടെയും പീസ് വാലിയുടെയും സഹകരണത്തോടെ അള്ളുങ്കൽ നൂറുൽ ഹുദ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് MM റഷീദ് അധ്യക്ഷനായി. സെക്രട്ടറി PM മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമാച്ചൻ ചാക്കോച്ചൻ, രാജേഷ് കുഞ്ഞുമോൻ, സുഹറ ബഷീർ, PMA കരീം, യാസർ മുഹമ്മദ്, നൌഷാദ് TH, ജിനൂബ് M, അനീർ KA, TM മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ അമിത് മോഹൻ AM, അബ്ദുൽ സലാം RS, അസീസ് KP, അമൃത ബാബു, അശ്വിനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിലെ 76-ാം നമ്പർ അങ്കണവാടി വാർഷികാഘോഷ പരിപാടികൾ മാർത്തോമ മദ്രസ ഹാളിൽ നടന്നു. യോഗത്തിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിലെ 76-ാം നമ്പർ അംഗൻവാടി വാർഷികാഘോഷ പരിപാടികൾ മാർത്തോമ മദ്രസ ഹാളിൽ നടന്നു. യോഗത്തിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ്, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ, ALMC കമ്മിറ്റി അംഗങ്ങളായ അബ്ബാസ് വടക്കൽ, ഷാജഹാൻ KA, സൽമി നിസാർ, വിജയൻ തടത്തിൽ, അസീസ് പുത്തനറയിൽ, ഹലീമ മലയിൽ, ഫാത്തിമ ഷിബിലി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകി. യോഗത്തിൽ അംഗൻവാടി ടീച്ചർ സോയ അബ്രഹാം സ്വാഗതവും ഹെൽപ്പർ ഗംഗ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലം ശക്തമാവുന്നതോടെ വണ്ടിപ്പെരിയാർ ചെങ്കര റൂട്ടിൽ വാളാടി എസ്റ്റേറ്റിന് സമീപം വൻ മരങ്ങൾ കടപുഴകി വീണ് അപകടഭീതി വരുന്നതായി പരാതി.
തങ്കമണിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവും ഉപരോധവും സംഘടിപ്പിച്ചു. മണിയന്റെ വരവും കാത്ത് ഒരു ഗ്രാമം. തൊമ്മൻകുത്ത് മണിയൻ സിറ്റിയിലെ വ്യാപാരി മണിയനെ ഈ മാസം 11 മുതലാണ് കാണാതാവുന്നത്. അൽ ഖൈറാത്ത് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും കുമ്മങ്കല്ല് അറേബ്യൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ദക്ഷിണ കേരള ജമഅത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും KSE ബോർഡ് ഏറ്റെടുത്ത കുട്ടമ്പുഴയിലെ സ്ഥലത്ത് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.